ടൈലർ അടുത്ത ദിവസം തന്റെ അച്ഛന്റെ സുഹൃത്തുക്കളായ കുറച്ച് ബിസിനസ്സുകാരെയും വക്കീലിനെയും കാണുന്നു. അവരോട് വിൻഫോൾ ലോട്ടറിയുടെ കാര്യം നന്നായി ടൈലർ വിശദീകരിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ കുറേയധികം പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം ടൈലർ തന്റെ സുഹൃത്തുക്കളെ പല സ്ഥലത്തേക്ക് ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായി അയക്കുന്നു. ജെറിയെക്കാട്ടിലും കേമനാണ് താനെന്ന് തെളിയിക്കാൻ ജെറി എടുക്കുന്നതിലും വലിയ റിസ്ക് ടൈലർ എടുക്കുന്നു. ആർക്കെങ്കിലും ജാക്ക്പോട്ട് അടിക്കുകയാണെങ്കിൽ റോൾ ഡൗൺ നടക്കില്ല എന്നും ഇൻവെസ്റ്റേഴ്സ് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും ടൈലറിന് അറിയാമായിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത് റോൾ ഡൗൺ ഇപ്രാവശ്യം 2 ആഴ്ചയിൽ തന്നെ നടക്കാൻ പോകുന്നുവെന്ന് ബില്ലി ജെറിയോട് പറയുന്നു. ടൈലറും ഫ്രണ്ട്സും ചേർന്ന് എല്ലാ ടിക്കറ്റ്സും വാങ്ങി റോൾ ഡൗൺ നേരത്തെ നടത്താൻ പോവുകയാണെന്ന് ജെറിക്ക് മനസ്സിലായി. അതുപോലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതുകൊണ്ട് എത്ര ലോട്ടറി വിറ്റുപോയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും ജെറിക്ക് മനസ്സിലാകുന്നു. ജെറി ഉടൻ തന്നെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ജെറിയെ കണ്ടതും തന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് ടൈലർ ജെറിയെ കളിയാക്കുന്നു. നിങ്ങൾക്ക് ഇത്തവണ ടിക്കറ്റ് വാങ്ങാൻ സാധിക്കുകയില്ലെന്നും ഞങ്ങൾ ഓൾറെഡി വിജയികളായിട്ടുണ്ടെന്നും ടൈലർ പറയുന്നു. ജെറി എന്നാൽ അത് കാര്യമാക്കുന്നില്ല. ജെറിയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. താൻ റിട്ടയർ ആയിട്ടുള്ള ഒരു വൃദ്ധനാണെന്നും തനിക്ക് മറ്റൊന്നും ഇനി ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ലോട്ടറി വാങ്ങുന്നതെന്നും ജെറി പറയുന്നു. എന്നാൽ ഇവർ രാജ്യത്തെ തന്നെ ഇത്രയും പ്രസിദ്ധമായ കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എന്നും അതിനാൽ തന്നെ ഈ കുട്ടികൾക്കും ലോട്ടറിയിൽ നിന്നുള്ള ലാഭം വീതിച്ചു കൊടുക്കണമെന്നും ടൈലറിനോട് ജെറി പറയുന്നു. ഇങ്ങനെ പോയാൽ ഇവരെ നീ ഭാവിയിൽ എങ്ങനെ സഹായിക്കുമെന്നും ജെറി കൂട്ടിച്ചേർത്തു. ഇവരുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് അവരുടെ വിദ്യാഭ്യാസമാണ്. ഇങ്ങനെ പോയാൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലെന്നും ജെറി പറയുന്നു. ഇത്രയും പറഞ്ഞ് ജെറി അവിടെ നിന്ന് പോകുന്നു. ജെറിയുടെ വാക്കുകൾ കുട്ടികളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ നിന്ന് പോയ ജെറി സ്റ്റീവിനോട് സംസാരിക്കാനായി പോകുന്നു. സ്റ്റീവിനോട് സംസാരിച്ച് ജെറിക്ക് ഒരു ഐഡിയ തോന്നുന്നു. പിന്നീട് ജെറിയും മാർജും ചേർന്ന് വിൻഫാൾ ലോട്ടറിയുടെ ഹെഡിനെ കാണാനായി പോകുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ ലോട്ടറി വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവരുടെ താല്പര്യത്തിന് റോൾ ഡൗൺ ഇവന്റ് ഉണ്ടാക്കുന്നുവെന്ന് ജെറി അധികാരികളോട് പറയുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാനായി ലോട്ടറിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ലോട്ടറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ജെറി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും അധികാരികൾ അതിന് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഇനി ലോട്ടറി ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ടൈലർ അസ്വസ്ഥനാകുന്നു. എന്നാൽ ഇപ്പോഴും തനിക്ക് ജെറിയെ തോൽപ്പിക്കണമെന്ന വാശിയിലാണ് ടൈലർ. അതുകൊണ്ട് തന്നെ ആദ്യം ലോട്ടറി എടുത്ത രീതിയിൽ തന്നെ ലോട്ടറി എടുക്കാൻ ടൈലർ തീരുമാനിക്കുന്നു. എന്നാൽ ടൈലറിന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ഇനി തങ്ങൾ ടൈലറിനെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്നും മാതാപിതാക്കൾ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി നന്നായി പൂർത്തിയാക്കണമെന്നും പറയുന്നു. ഇതും ടൈലറിനെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു. ജെറി ഒരിക്കലും തനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് ടൈലറിന് മനസ്സിലാകുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടർക്ക് ജെറിയെ പറ്റിയും ടൈലറിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു. അതായത് എത്ര തവണ ഇരുവരും ലോട്ടറിയിൽ വിജയിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഇരുവരും എത്ര പണം സമ്പാദിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച റിപ്പോർട്ടർ ഒരിക്കൽ ജെറിയെ കാണാനായി ജെറിയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ റിപ്പോർട്ടർ ജെറി ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല എന്നും ജെറിയുടെ ടൗണിലുള്ള എല്ലാവർക്കും വേണ്ടിയാണെന്നും മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ റിപ്പോർട്ടർ തിരികെ ഓഫീസിലെത്തി എഡിറ്ററിനെ കാണുന്നു. ജെറിയുടെ വീട്ടിൽ കണ്ടതും റിപ്പോർട്ടർ മനസ്സിലാക്കിയ കാര്യങ്ങളുമെല്ലാം എഡിറ്ററിനോട് വിവരിക്കുന്നു.